ശാന്തി. 22/10/25. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ആർക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പ്രഭാഷണം നടത്തുമ്പോൾ ബാബ ബാബ എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂ. ബാബയുടെ മഹിമ ചെയ്യൂ, അപ്പോൾ അമ്പ് തരയ്ക്കും. ചോദ്യം: ബാബ ഭാരതവാസികളായ കുട്ടികളോട് വിശേഷിച്ച് ഏതൊരു ചോദ്യം ചോദിക്കുന്നു? ഉത്തരം: നിങ്ങൾ ഭാരതവാസികളായ കുട്ടികൾ ഇത്രയും ധനികരായിരുന്നു, സർവഗുണ സമ്പന്നവും 16 കല സമ്പൂർണവും ദേവതാ ധർമ്മത്തിലേതും ആയിരുന്നു. നിങ്ങൾ പവിത്രമായിരുന്നു, കാമകഠാര പ്രയോഗിക്കുകയില്ലായിരുന്നു, വളരെയധികം ധനവാനായിരുന്നു. പിന്നെ നിങ്ങൾ ഇത്രയും ദരിദ്രമായത് എങ്ങനെയാണ്? കാരണം അറിയാമോ? കുട്ടികളെ, നിങ്ങൾ എങ്ങനെയാണ് അടിമയായത്? ഇത്രയും ധനസമ്പത്ത് എവിടെ പാഴാക്കി? ചിന്തിക്കൂ, നിങ്ങൾ പാവനത്തിൽ നിന്നും എങ്ങനെയാണ് പതീതമായത്? കുട്ടികളായ നിങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബാബ ബാബ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെയും മനസ്സിലാക്കിക്കൂ, എങ്കിൽ സഹജമായി മനസ്സിലാക്കും. ഓം ശാന്തി. ഓം ശാന്തി എന്ന് പറയുന്നതിലൂടെയും ബാബ തീർച്ചയായും ഓർമ്മ വരേണ്ടതാണ്. ബാബ ഏറ്റവും ആദ്യം പറയുന്നതാണ് മന്മനാഭവ. തീർച്ചയായും മുൻപും പറഞ്ഞിരുന്നു, അതിനാൽ ഇപ്പോഴും പറയുന്നു. കുട്ടികളായ നിങ്ങൾ ബാബയെ അറിയുന്നുണ്ട്. ഏതെങ്കിലും സഭയിൽ പ്രഭാഷണം നടത്തുവാനായി പോകുമ്പോൾ അവിടെയുള്ളവർ ബാബയെ അറിയുന്നില്ല. അവരോടും ഇങ്ങനെ പറയണം: ശിവ് ബാബ പറയുന്നു, ആ ഒന്ന് പതീത പാവനനാണ്. തീർച്ചയായും പാവനമാക്കുന്നതിനായി ഇവിടെ വന്ന് മനസ്സിലാക്കിക്കുന്നു. ഏതുപോലെ ബാബ ഇവിടെ നിങ്ങളോട് പറയുന്നു, ഹേ കുട്ടികളെ, നിങ്ങളെ സ്വർഗത്തിന്റെ അധികാരിയാക്കിയിരുന്നു. നിങ്ങൾ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിലുള്ളവർ വിശ്വത്തിന്റെ അധികാരിയായിരുന്നു. അതുപോലെ നിങ്ങളും പറയണം, ബാബ ഇത് പറയുന്നു എന്ന്. ഇങ്ങനെ ആരുടെയും പ്രഭാഷണത്തിന്റെ സമാചാരം വന്നിട്ടില്ല. ശിവ് ബാബ പറയുന്നു, എന്നെ ഉയർന്നതിലും ഉയർന്നതായി കണക്കാക്കുന്നു, പതീത പാവനനായും കണക്കാക്കുന്നു. ഞാൻ വരുന്നതും ഭാരതത്തിലാണ്. രാജയോഗം പഠിപ്പിക്കുവാൻ വരുന്നു. പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, ഉയർന്ന പിതാവായ എന്നെ ഓർമ്മിക്കൂ. കാരണം ആ ബാബ നൽകുന്ന ദാതാവാണ്. തീർച്ചയായും ഭാരതത്തിൽ നിങ്ങൾ വിശ്വത്തിന്റെ അധികാരിയായിരുന്നുവല്ലോ. രണ്ടാമതൊരു ധർമ്മം ഉണ്ടായിരുന്നില്ല. ബാബ നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, നമ്മൾ പിന്നെ താങ്കൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ബാബ പറയുന്നു, നിങ്ങൾ ഭാരതവാസികൾ എത്ര ധനികരായിരുന്നു, സർവഗുണ സമ്പന്നം, 16 കല സമ്പൂർണം, ദേവതാധർമ്മം ഉണ്ടായിരുന്നു. നിങ്ങൾ പവിത്രമായിരുന്നു, കാമകഠാര പ്രയോഗിച്ചിരുന്നില്ല, വളരെയധികം ധനവാനായിരുന്നു. പിന്നെ ബാബ പറയുന്നു, നിങ്ങൾ ഇത്രയും ദരിദ്രമായത് എങ്ങനെയാണ്? കാരണം അറിയാമോ? നിങ്ങൾ വിശ്വത്തിന്റെ അധികാരിയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ വിശ്വത്തിന്റെ അടിമയായത് എങ്ങനെയാണ്? എല്ലാവരിൽ നിന്നും കടം വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും ധനമെല്ലാം എവിടെ പോയി? ഏതുപോലെ ബാബ ഭാഷണം നടത്തുന്നുവോ അതുപോലെ നിങ്ങളും ഭാഷണം ചെയ്യൂ. അപ്പോൾ വളരെ പേർക്ക് ആകർഷണം ഉണ്ടാകും. നിങ്ങൾ ബാബയെ ഓർമ്മിക്കുന്നില്ല, അപ്പോൾ ആർക്കും അമ്പേൽക്കുന്നില്ല, ആ ശക്തി ലഭിക്കുന്നില്ല. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ പ്രഭാഷണവും ഇങ്ങനെയുള്ളത് കേൾക്കുമ്പോൾ അതിശയം സംഭവിച്ചേനെ. ശിവ് ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഭഗവാൻ ഒന്ന് തന്നെയാണ്. ആ ഒന്ന് ദുഃഖം ഭരിച്ച് സുഖം ഉണ്ടാക്കുന്നവനാണ്, പുതിയ ലോകം സ്ഥാപിക്കുന്നവനാണ്. ഈ ഭാരതത്തിൽ സ്വർഗമുണ്ടായിരുന്നു, വജ്ര വൈഡൂര്യങ്ങളുടെ കൊട്ടാരമുണ്ടായിരുന്നു, ഒരേ ഒരു രാജ്യമായിരുന്നു. എല്ലാവരും ഷീർഖണ്ഡായിരുന്നു, പാലും കൽക്കണ്ടും പോലെയായിരുന്നു. ഇതുപോലെ ബാബയുടെ മഹിമ അപരം അപാരമാണോ?
അതുപോലെ ഭാരതത്തിൻ്റെയും മഹിമ അപരം അപാരമാണ്. ഭാരതത്തിൻ്റെ മഹിമ കേട്ട് സന്തോഷിക്കും. ബാബ കുട്ടികളോട് ചോദിക്കുന്നു, ഇത്രയും ധനസമ്പത്തുകൾ എവിടെ പാഴാക്കി? ഭക്തിമാർഗത്തിൽ നിങ്ങൾ എത്ര ചിലവ് ചെയ്തു വന്നു? എത്ര ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നു? ബാബ പറയുന്നു, ചിന്തിക്കൂ, നിങ്ങൾ പാവനത്തിൽ നിന്നും എങ്ങനെയാണ് പതീതമായത്? പറയുന്നുമുണ്ടല്ലോ, ബാബ ദുഃഖത്തിൽ അങ്ങയെ സ്മരിക്കുന്നു, സുഖത്തിൽ സ്മരിക്കുന്നില്ല എന്ന്. പക്ഷേ നിങ്ങളെ ദുഃഖിയാക്കി മാറ്റുന്നത് ആരാണ്? ഓരോ നിമിഷവും ബാബയുടെ പേര് സൂചിപ്പിച്ചുകൊണ്ടിരിക്കൂ. നിങ്ങൾ ബാബയുടെ സന്ദേശമാണ് നൽകുന്നത്. ബാബ പറയുന്നു, ഞാൻ സ്വർഗം അഥവാ ശിവാലയം സ്ഥാപിച്ചു. സ്വർഗത്തിൽ ഈ ലക്ഷ്മി നാരായണന്മാരുടെ രാജ്യം ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ ഇതും മറന്നുപോയി. നിങ്ങൾക്ക് ഇതും അറിയില്ല, രാധാകൃഷ്ണൻ തന്നെയാണ് സ്വയംവരത്തിനു ശേഷം ലക്ഷ്മി നാരായണൻ ആകുന്നത്. കൃഷ്ണൻ വിശ്വത്തിന്റെ അധികാരിയായിരുന്നു. കൃഷ്ണനിൽ കളങ്കം ചാർത്തുന്നു, എന്നിലും കളങ്കം ചാർത്തുന്നു. ഞാൻ നിങ്ങളുടെ സദ്ഗതി ദാതാവാണ്. നിങ്ങൾ എന്നെ നായിലും പൂച്ചയിലും ഓരോ കണത്തിലും ഉണ്ട് എന്ന് പറയുന്നു. ബാബ പറയുന്നു, നിങ്ങൾ എത്ര പതീതമായിരിക്കുന്നു. ബാബ പറയുന്നു, സർവരുടെയും സദ്ഗതി ദാതാവും പതീത പാവനും ഞാനാണ്. നിങ്ങൾ പിന്നെ പതീത പാവനി ഗംഗയാണ് എന്ന് പറയുന്നു. ഞാനുമായി യോഗം വയ്ക്കാത്തത് കാരണം നിങ്ങൾ കൂടുതൽ പതീതമായിരിക്കുന്നു. എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. ഓരോ നിമിഷവും ബാബയുടെ പേര് സൂചിപ്പിച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കൂ. അപ്പോൾ ശിവ് ബാബയുടെ ഓർമ്മയുണ്ടായിരിക്കും. പറയൂ, നമ്മൾ ബാബയുടെ മഹിമ ചെയ്തു. ബാബ സ്വയം പറയുന്നു, ഞാൻ എങ്ങനെയാണ് സാധാരണ പതീത ശരീരത്തിൽ വളരെ ജന്മങ്ങളുടെ അന്തിമത്തിൽ വരുന്നത്? ഇദ്ദേഹത്തിൻ്റെതാണ് വളരെയധികം ജന്മങ്ങൾ. ഈ ഒന്ന് ഇപ്പോൾ എൻ്റേതായിരിക്കുന്നു. അപ്പോൾ ഈ രഥത്തിലൂടെ നിങ്ങളെ മനസ്സിലാക്കിക്കുന്നു. ഈ ഒന്ന് തൻ്റെ ജന്മങ്ങളെ അറിയുന്നില്ല. ഭാഗീരഥൻ ഇതാണ്. ഇദ്ദേഹത്തിൻ്റെ വാനപ്രസ്ഥ അവസ്ഥയിലാണ് ഞാൻ വരുന്നത്. ശിവ് ബാബ ഇങ്ങനെ മനസ്സിലാക്കിച്ചു തരുന്നു. ഇങ്ങനെയുള്ള പ്രഭാഷണം ആരുടേതും കേട്ടിട്ടില്ല. ബാബയുടെ പേര് പോലും സൂചിപ്പിക്കുന്നില്ല. മുഴുവൻ ദിവസവും ബാബയെ തീർത്തും ഓർമ്മിക്കുന്നതേയില്ല. ഏഷണികളിൽ മുഴുകിയിരിക്കുന്നു. എഴുതുന്നുമുണ്ട്, നമ്മൾ ഇങ്ങനെ പ്രഭാഷണം ചെയ്തു, നമ്മൾ ഇത് മനസ്സിലാക്കിച്ചു കൊടുത്തു എന്ന്. ബാബ മനസ്സിലാക്കുന്നു, ഇപ്പോഴാണെങ്കിൽ നിങ്ങൾ ഉറുമ്പാണ്, കീടങ്ങൾ പോലും ആയിട്ടില്ല, എന്നിട്ടും എത്ര അഹങ്കാരമാണുള്ളത്. ശിവ് ബാബ ബ്രഹ്മാവിലൂടെ പറയുന്നു എന്ന് മനസ്സിലാക്കുന്നില്ല. ശിവ് ബാബയെ നിങ്ങൾ മറന്നു പോകുന്നു. ബ്രഹ്മാവിന്റെ കാര്യത്തിൽ ഉടൻ പിണങ്ങുന്നു. ബാബ പറയുന്നു, നിങ്ങൾ എന്നെ തന്നെ ഓർമ്മിക്കൂ. ഞാനുമായാണ് നിങ്ങൾക്ക് കാര്യമുള്ളത്. എന്നെ ഓർമ്മിക്കുന്നുവല്ലോ. എന്നാൽ ബാബ എന്താണ്, എപ്പോഴാണ് വരുന്നത്, ഇത് നിങ്ങൾക്കും അറിയില്ല. ഗുരുക്കന്മാർ നിങ്ങളോട് പറയുന്നു, കൽപ്പം 1,00,000 വർഷങ്ങളുടേതാണ്. ബാബ പറയുന്നു, കൽപ്പം 5000 വർഷത്തിൻ്റേത് തന്നെയാണ്. പഴയ ലോകം തന്നെ വീണ്ടും പുതിയതാകും, പുതിയത് തന്നെ പിന്നെ പഴയതാകുന്നു. ഇപ്പോൾ ന്യൂ ഡൽഹി എവിടെയുണ്ട്? ഡൽഹി ദേവസ്ഥാനമാകുമ്പോൾ ന്യൂ ഡൽഹി എന്ന് പറയും. പുതിയ ലോകത്തിൽ ന്യൂ ഡൽഹി ഉണ്ടായിരുന്നു, യമുന തീരത്ത്. അതിൽ ലക്ഷ്മി നാരായണന്റെ കൊട്ടാരമുണ്ടായിരുന്നു, ദേവസ്ഥാനമായിരുന്നു. ഇപ്പോൾ ഖബ്രിസ്ഥാൻ ആകേണ്ടതുണ്ട്, എല്ലാം മറവ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിനാൽ ബാബ പറയുന്നു, ഉയർന്നതിലും ഉയർന്ന പിതാവായ എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ പാവനമാകും. എല്ലായ്പ്പോഴും ഇങ്ങനെ ബാബ ബാബ എന്ന് പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കൂ. ബാബയുടെ പേര് സൂചിപ്പിക്കുന്നില്ല, അതിനാൽ നിങ്ങളുടേത് ആരും കേൾക്കുന്നില്ല. ബാബയുടെ ഓർമ്മ ഇല്ലാതിരിക്കുന്നതിലൂടെ നിങ്ങളിലും മൂർച്ച വരുന്നില്ല. ദേഹ അഭിമാനത്തിലേക്ക് നിങ്ങൾ വന്നു പോകുന്നു. ആരാണോ അടികൊള്ളുന്ന ബന്ധനസ്ഥർ, അവർ നിങ്ങളെക്കാൾ കൂടുതൽ ഓർമ്മയിലിരിക്കുന്നു. എത്ര വിളിക്കുന്നു.
ബാബ പറയുന്നു, നിങ്ങളെല്ലാം ദ്രൗപദിമാരാണ്. ഇപ്പോൾ നിങ്ങളെ നഗ്നമാക്കുന്നതിൽ നിന്നും രക്ഷിക്കുന്നു. മാതാക്കളിലും ഇങ്ങനെയുള്ള ചിലരുണ്ട്. അവർക്ക് കഴിഞ്ഞ കൽപ്പത്തിലും പൂതന തുടങ്ങിയ പേര് നൽകിയിരുന്നു. നിങ്ങൾ മറന്നുപോയി. ബാബ പറയുന്നു, ഭാരതം ശിവാലയമായിരുന്നു. അപ്പോൾ അതിനെ സ്വർഗം എന്ന് പറയുമായിരുന്നു. ഇവിടെ പിന്നെ ആരുടെ അടുക്കലാണോ കെട്ടിടവും വിമാനവും ഒക്കെ ഉള്ളത്, അവർ മനസ്സിലാക്കുന്നു നമ്മൾ സ്വർഗത്തിലാണ് എന്ന്. എത്ര മൂഢബുദ്ധികൾ! ഓരോ കാര്യത്തിലും ബാബ പറയുന്നു എന്ന് പറയണം. ഈ ഹഠയോഗികൾക്ക് നിങ്ങൾക്ക് മുക്തി നൽകുവാൻ സാധിക്കില്ല. സർവരുടെയും സദ്ഗതി ദാതാവ് ഒന്നാണ്. പിന്നെ എന്തിനു ഗുരുവിനെ സ്വീകരിക്കുന്നു? നിങ്ങൾക്ക് സന്യാസിയാകണമോ അതോ ഹഠയോഗം പഠിച്ച് ബ്രഹ്മത്തിൽ ലയിക്കണമോ? ആർക്കും തന്നെ ലയിക്കുവാൻ സാധിക്കില്ല. സർവർക്കും പാട്ട് അഭിനയിക്കണം. എല്ലാ ആക്ടേഴ്സും അവിനാശിയാണ്. ഇത് അനാദി അവിനാശി ഡ്രാമയാണ്. മോക്ഷം ആർക്ക് എങ്ങനെ ലഭിക്കുവാനാണ്? ബാബ പറയുന്നു, ഞാൻ ഈ സന്യാസിമാരെയും ഉദ്ധരിക്കുവാനായി വരുന്നു. പിന്നെ പതീത പാവനി എങ്ങനെ ഗംഗയാകും? പതീത പാവനൻ എന്ന് നിങ്ങൾ എന്നെയാണല്ലോ പറയുന്നത്. നിങ്ങൾക്ക് ഞാനുമായുള്ള യോഗം മുറിഞ്ഞതിലൂടെയാണ് ഈ അവസ്ഥ ഉണ്ടായത്. ഇപ്പോൾ വീണ്ടും ഞാനുമായി യോഗം ചേർക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. മുക്തിധാമത്തിൽ പവിത്ര ആത്മാക്കൾ വസിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ മുഴുവൻ ലോകവും പതീതമാണ്. പാവന ലോകത്തെക്കുറിച്ച് നിങ്ങൾ അറിയുന്നതേയില്ല. നിങ്ങൾ എല്ലാവരും പൂജാരിയാണ്. പൂജ്യനായി ഒരാൾ പോലുമില്ല. നിങ്ങൾക്ക് ബാബയുടെ പേര് സൂചിപ്പിച്ച് സർവരെയും സുബോധത്തിലാക്കുവാൻ സാധിക്കും. ആരാണോ വിശ്വത്തിന്റെ അധികാരിയാക്കുന്നത്, ആ ബാബയുടെ ഗ്ലാനി നിങ്ങളിരുന്ന് ചെയ്യുന്നു. ശ്രീകൃഷ്ണൻ ചെറിയ കുട്ടിയാണ്, സർവഗുണ സമ്പന്നമാണ്. ശ്രീകൃഷ്ണൻ ഇങ്ങനെയുള്ള ജോലി എങ്ങനെ ഇരുന്ന് ചെയ്യും? കൃഷ്ണൻ എങ്ങനെ എല്ലാവരുടെയും ഫാദർ ആകും? ഭഗവാൻ ഒന്നാണല്ലോ. എന്റെ ശ്രീമത്ത് അനുസരിച്ച് നടക്കാത്തത് വരെയും തുരുമ്പ് എങ്ങനെ നീങ്ങും? നിങ്ങൾ സർവരുടെയും പൂജ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്തവസ്ഥയാണ് ഉണ്ടായത്? അതിനാൽ പിന്നെ എനിക്ക് വരേണ്ടി വരുന്നു. നിങ്ങൾ എത്ര ധർമ്മ കർമ്മ ഭ്രഷ്ടരായിരിക്കുന്നു. പറയൂ, ഹിന്ദു ധർമ്മം ആര് എപ്പോൾ സ്ഥാപിച്ചു? ഇങ്ങനെ നല്ല വെല്ലുവിളിയോടെ പ്രഭാഷണം നടത്തും. നിങ്ങൾക്ക് ഓരോ നിമിഷവും ബാബയുടെ ഓർമ്മയെ വരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ചിലർ എഴുതുന്നു, എന്നിൽ ബാബ വന്നതുപോലെ പ്രഭാഷണം ചെയ്തു എന്ന്. ബാബ വളരെയധികം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കുന്നില്ലെങ്കിൽ ഉറുമ്പിന്റെ വേഗതയിലുള്ള സർവീസാണ് ചെയ്യുന്നത്. ബാബയുടെ പേര് സൂചിപ്പിക്കുമ്പോഴാണ് ആർക്കെങ്കിലും അമ്പേൽക്കുന്നത്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ, നിങ്ങൾ തന്നെയാണ് ഓൾറൗണ്ട് 84ന്റെ ചക്രം കറങ്ങിയത്. അപ്പോൾ നിങ്ങളെ തന്നെ വന്ന് മനസ്സിലാക്കിക്കേണ്ടി വരും. ഞാൻ ഭാരതത്തിൽ തന്നെയാണ് വരുന്നത്. ആരാണോ പൂജ്യരായിരുന്നത് അവർ പൂജാരിയാകുന്നു. ഞാനാണെങ്കിൽ പൂജ്യനും പൂജാരിയും ആകുന്നില്ല. ബാബ പറയുന്നു, ഈ ഈണം മുഴക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ എപ്പോഴാണോ ഇങ്ങനെ പ്രഭാഷണം ചെയ്യുന്നത്, എപ്പോഴാണോ ഞാൻ ഇങ്ങനെ കേൾക്കുന്നത്, അപ്പോൾ മനസ്സിലാക്കും ഇപ്പോൾ നിങ്ങൾ ഉറുമ്പിൽ നിന്നും കീടമായി കഴിഞ്ഞു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. നിങ്ങൾ കേവലം എന്നെ മാത്രം ഓർമ്മിക്കൂ. ഈ രഥത്തിലൂടെ നിങ്ങളോട് കേവലം പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. രഥത്തെ ഓർമ്മിക്കേണ്ടതില്ല. ബാബ ഇങ്ങനെ പറയുന്നു, ബാബ ഇത് മനസ്സിലാക്കിച്ചു തരുന്നു. ഇങ്ങനെ നിങ്ങൾ പറയൂ, പിന്നെ നോക്കണം നിങ്ങൾക്ക് എത്ര പ്രഭാവം ഉണ്ടാകുമെന്ന്. ബാബ പറയുന്നു, ദേഹസഹിതം എല്ലാ സംബന്ധങ്ങളിൽ നിന്നും ബുദ്ധിയുടെ യോഗം മുറിക്കൂ. തൻ്റെ ദേഹവും ഉപേക്ഷിച്ചു എങ്കിൽ ബാക്കി അവശേഷിക്കുന്നത് ആത്മാവാണ്.
സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി പിതാവായ എന്നെ ഓർമ്മിക്കൂ. പലരും പറയുന്നു അഹം ബ്രഹ്മാസ്മി, നമ്മൾ മായയുടെ അധികാരിയാണ്. ബാബ പറയുന്നു നിങ്ങൾ ഇതും അറിയുന്നില്ല. മായ എന്നത് എന്തിനെയാണ് പറയുന്നത്, സമ്പത്ത് എന്ന് എന്തിനെയാണ് പറയുന്നത് എന്ന്. നിങ്ങൾ ധനത്തെ മായ എന്ന് പറയുന്നു. ഇങ്ങനെയെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. വളരെ നല്ല നല്ല കുട്ടികൾ മുരളിയും പഠിക്കുന്നില്ല, ബാബയെ ഓർമ്മിക്കുന്നില്ല, അപ്പോൾ അമ്പേൽക്കുന്നില്ല. കാരണം ഓർമ്മയുടെ ബലം ലഭിക്കുന്നില്ല. ബലം ലഭിക്കുന്നത് ഓർമ്മയിലൂടെയാണ്. ആ യോഗബലത്തിലൂടെ നിങ്ങൾ വിശ്വത്തിന്റെ അധികാരിയാകുന്നു. കുട്ടികൾ ഓരോ കാര്യത്തിലും ബാബയുടെ പേര് സൂചിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരിക്കലും ആർക്കും ഒന്നും പറയുവാൻ സാധിക്കില്ല. സർവരുടെയും പിതാവായ ഭഗവാൻ ഒന്നാണോ അതോ എല്ലാവരും ഭഗവാനാണോ? പറയുന്നു നമ്മൾ ഇന്ന സന്യാസിയുടെ ഫോളോവേഴ്സ് ആണ്. ഇപ്പോൾ അദ്ദേഹം സന്യാസിയും നിങ്ങൾ ഗൃഹസ്ഥിയുമാണ് എങ്കിൽ നിങ്ങൾ എങ്ങനെ ഫോളോവേഴ്സായി? പാടുന്നുമുണ്ട് അസത്യമായ മായ, അസത്യമായ ശരീരം, മുഴുവൻ ലോകവും അസത്യം എന്ന്. സത്യം ഒരേ ഒരു ബാബയാണ്. ആ ഒന്ന് ഏതുവരെ വന്നില്ല അതുവരെ നമുക്ക് സത്യതയുള്ളവർ ആകുവാൻ സാധിക്കില്ല. മുക്തി, ജീവൻ മുക്തി ദാതാവ് ഒന്ന് തന്നെയാണ്. ബാക്കി ആരും തന്നെ മുക്തി നൽകുന്നില്ല. നമ്മൾ അവരുടേതായി മാറുവാനായി. ബാബ പറയുന്നു ഇതും ഡ്രാമയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ജാഗ്രത ഉണ്ടാകണം, കണ്ണുകൾ തുറക്കൂ. ബാബ ഇങ്ങനെ പറയുന്നു എന്ന് പറയുന്നതിലൂടെ നിങ്ങൾ ഒഴിവാകും. നിങ്ങളുടെ മേൽ ആരും പഴി ചാരുകയില്ല. ത്രിമൂർത്തി ശിവ് ബാബ എന്ന് പറയണം. വെറും ശിവൻ എന്ന് മാത്രം പോരാ. ത്രിമൂർത്തിയെ ആരാണ് രചിച്ചത്? ബ്രഹ്മാവിലൂടെ സ്ഥാപന ചെയ്യിക്കുന്നത് ആരാണ്? ബ്രഹ്മാവ് ക്രിയേറ്റർ ആണോ? ഇങ്ങനെയെല്ലാം ലഹരിയോടെ പറയണം. അപ്പോൾ കാര്യം ചെയ്യുവാൻ സാധിക്കും. ഇല്ലെങ്കിൽ ദേഹാഭിമാനത്തിലിരുന്ന് ഭാഷണം ചെയ്യുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു ഇത് അനേകം ധർമ്മങ്ങളുടെ കൽപ്പവൃക്ഷമാണ്. ഏറ്റവും ആദ്യത്തേത് ദേവീ ദേവതാ ധർമ്മമാണ്. ഇപ്പോൾ ആ ദേവതാ ധർമ്മം എവിടെ പോയി? ലക്ഷക്കണക്കിന് വർഷങ്ങൾ എന്ന് പറയുന്നു. ഇതാണെങ്കിൽ 5000 വർഷത്തിന്റെ കാര്യമാണ്. നിങ്ങൾ ക്ഷേത്രങ്ങളും അവരുടേത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. കാണിക്കുന്നുണ്ട് പാണ്ഡവരുടെയും കൗരവരുടെയും യുദ്ധം നടന്നതായി. പാണ്ഡവർ പർവ്വതങ്ങളിൽ പോയി ഉരുകി മരിച്ചു. പിന്നെ എന്ത് സംഭവിച്ചു? ഞാൻ എങ്ങനെ ഹിംസ ചെയ്യും? ഞാൻ നിങ്ങളെ അഹിംസകരും വൈഷ്ണവരും ആക്കി മാറ്റുകയാണ്. കാമകഠാര ഉപയോഗിക്കരുത്. അവരെയാണ് വൈഷ്ണവർ എന്ന് പറയുന്നത്. അതാണ് വിഷ്ണുവിന്റെ വംശാവലി. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സേവനത്തിൽ സഫലത പ്രാപ്തമാക്കുന്നതിനായി അഹങ്കാരം ഉപേക്ഷിച്ച് ഓരോ കാര്യത്തിലും ബാബയുടെ പേര് സൂചിപ്പിക്കണം. ഓർമ്മയിലിരുന്ന് സേവനം ചെയ്യണം. ഏഷണിയിൽ തൻ്റെ സമയം വേസ്റ്റ് ചെയ്യരുത്. സത്യം സത്യമായ വൈഷ്ണവനാകണം. യാതൊരു ഹിംസയും ചെയ്യരുത്. ദേഹസഹിതം എല്ലാ സംബന്ധങ്ങളിൽ നിന്നും ബുദ്ധിയോഗം മുറിക്കണം. വരദാനം: ഹാൻജി, അതായത് സന്നദ്ധതയുടെ പാഠത്തിലൂടെ സേവനങ്ങളിൽ മഹാൻ ആകുന്ന സർവരുടെ ആശീർവാദങ്ങൾക്ക് പാത്രമായി ഭവിക്കട്ടെ. ഏതൊരു സേവനം സന്തോഷത്തോടെയും ഉന്മേഷത്തോടെയും ചെയ്തുകൊണ്ട് സദാ ശ്രദ്ധയുണ്ടായിരിക്കണം. ഏതൊരു സേവനം ആയാലും അതിൽ സർവരുടെയും ആശീർവാദങ്ങൾ പ്രാപ്തമാകണം. കാരണം എവിടെ ആശീർവാദങ്ങൾ ഉണ്ടായിരിക്കുമോ അവിടെ പ്രയത്നം ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഈ ലക്ഷ്യം ഉണ്ടായിരിക്കണം.
ആരുടെ സമ്പർക്കത്തിൽ വന്നാലും അവരുടെ ആശീർവാദങ്ങൾ നേടണം. ഹാൻജിയുടെ പാഠം തന്നെയാണ് ആശീർവാദങ്ങൾ നേടുന്നതിനുള്ള ഉപാധി. ആരെങ്കിലും റോങ് ആയിരുന്നാൽ പോലും അവരെ റോങ് എന്ന് പറഞ്ഞ് തള്ളുന്നതിന് പകരം ആശ്രയം നൽകി എഴുന്നേൽപ്പിക്കൂ, സഹയോഗിയാകൂ. അപ്പോൾ അവരിൽ നിന്നും സന്തുഷ്ടതയുടെ ആശീർവാദങ്ങൾ ലഭിക്കും. ആരാണോ ആശീർവാദങ്ങൾ നേടുന്നതിൽ മഹാൻ ആകുന്നത്, അവർ സ്വതവേ മഹാൻ ആയി മാറുന്നു. സ്ലോഗൻ: ഹാർഡ് വർക്കറിനോടൊപ്പം തൻ്റെ സ്ഥിതിയും ഹാർഡ് അഥവാ ശക്തം ആക്കുന്നതിൻ്റെ ലക്ഷ്യം വയ്ക്കൂ. അവ്യക്ത സൂചന: സ്വയവും സർവരെ പ്രതിയും മനസ്സിലൂടെ യോഗത്തിൻ്റെ ശക്തികളുടെ പ്രയോഗം ചെയ്യൂ. യോഗത്തിൻ്റെ പ്രയോഗം, അതായത് തൻ്റെ ശുദ്ധ സങ്കല്പങ്ങളുടെ പ്രയോഗം, ശരീരത്തിൻ്റെ മേലും മനസ്സിൻ്റെ മേലും സംസ്കാരങ്ങളുടെ മേലും അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ. ഇതിൽ പരസ്പരം നോക്കാതിരിക്കൂ. ഇവർ എന്തു ചെയ്യുന്നു, ഇവർ ചെയ്യുന്നില്ല, പഴയവർ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലേ, ഇത് നോക്കരുത്. ആദ്യം ഞാൻ ഈ അനുഭവത്തിൽ മുന്നോട്ട് വരണം. കാരണം ഇത് തൻ്റെ ആന്തരിക പുരുഷാർത്ഥത്തിൻ്റെ കാര്യമാണ്. എപ്പോഴാണോ ഇങ്ങനെ വ്യക്തിഗത രൂപത്തിൽ ഈ പ്രയോഗത്തിൽ മുഴുകുന്നത്, അഭിവൃദ്ധി നേടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും ശാന്തിയുടെ ശക്തിയുടെ പ്രഭാവം സംഘടിത രൂപത്തിൽ വിശ്വത്തിൻ്റെ മുന്നിൽ ഉണ്ടാകും. ഓം ശാന്തി. ഞാൻ എൻ്റെ ആത്മസ്വരൂപത്തെ സ്മൃതിയിൽ കൊണ്ടുവരുന്നു. മസ്തകമധ്യത്തിൽ പ്രകാശിക്കുന്ന ആത്മനക്ഷത്രത്തിൽ എൻ്റെ മനസ്സിനെ സ്ഥിരമാക്കുന്നു. ഈ അന്തർമുഖതയാകുന്ന ഗുഹയിൽ ഞാൻ എൻ്റെ തപസ്വി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സ്വച്ഛവും ശക്തിശാലിയുമായ എൻ്റെ ആത്മസ്വരൂപത്തിൻ്റെ അനുഭവത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ സ്ഥിതിയിലിരുന്നു കൊണ്ട് ഹോളിയസ്റ്റും സ്വീറ്റസ്റ്റുമായ ബാബയുമായി മധുരമായ കൂടിക്കാഴ്ച ഞാൻ നടത്തുകയാണ്. ബാബയുടെ കൂട്ടുകെട്ടിൻ്റെ ആത്മീയ അലൗകിക നിറം എന്നിൽ പതിയുമ്പോൾ ഞാനും ഹോളി ഹംസമായി മാറുന്നു. എന്നിൽ അവിനാശി സന്തോഷം നിറയുന്നു. ഞാൻ എൻ്റെ ഹോളിയസ്റ്റ് സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. സങ്കല്പത്തിലോ സ്വപ്നത്തിലോ പോലും ഉള്ള അപവിത്രത പൂർണ്ണമായും നീക്കം ചെയ്യുന്ന ഈ പരമ പവിത്ര സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ പരമോന്നതമായ ആത്മീയ സുഖത്തിൻ്റെയും ശാന്തിയുടെയും അനുഭവം
എനിക്കുണ്ടാകുന്നു. ഈ അനുഭവത്തിൻ്റെ കിരണങ്ങൾ എന്നിൽ നിന്നും മുഴുവൻ വിശ്വത്തിലേക്കും വ്യാപിക്കുന്നു.